ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു പുതിയ ചാപ്റ്റർ ആയിരുന്നു വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി. വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനിയുടെ ഡിഫറെൻറ്റ് മോഡ്സ് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. There are two methods for winding up of the company. Company may be wind up by tribunal and wind up by the voluntary. Voluntary winding up il thanne രണ്ട് ടൈപ്പ് പറഞ്ഞു. That is number 1, voluntary wind up by the creditors and members. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്. കൂടാതെ പറഞ്ഞതാണ് കമ്പൾസറി വൈൻഡപ്പിൻ്റെ സിറ്റുവേഷൻസുകൾ ഏതൊക്കെയാണ്, എന്തെല്ലാം സിറ്റുവേഷൻസുകൾ എറൈസ് ചെയ്യുമ്പോഴാണ്, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഒരു കമ്പൾസറി വൈൻഡപ്പ് എറൈസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്. നമുക്കിനി നോക്കാനുള്ളത് പെറ്റീഷൻസ് ഫോർ വൈൻഡിങ് അപ്പ് ആണ്. സെക്ഷൻ 272 ആണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 272. സെക്ഷൻ 272 പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ചില സിറ്റുവേഷൻസുകളിൽ അല്ലെങ്കിൽ ചില പാർട്ടീസുകൾക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പിന് വേണ്ടിയിട്ടുള്ള പെറ്റീഷൻസുകൾ ട്രൈബ്യൂണലിന് ഫോർവേഡ് ചെയ്യാം. ആർക്കൊക്കെയാണ് ഇങ്ങനെ ഫോർവേഡ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്പർ 1, പെറ്റീഷൻ ബൈ ദ കമ്പനി. കമ്പനികൾക്ക് തന്നെ എന്ത് ചെയ്യാം, പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാം. ദാറ്റ് ഈസ് നമ്പർ 1. പെറ്റീഷൻ ബൈ കമ്പനി. കമ്പനികൾ തന്നെ എന്ത് ചെയ്യാണ്, ഇതിനുള്ള പെറ്റീഷൻസുകൾ ഫോർവേഡ് ചെയ്യാം. ഓക്കെ, പെറ്റീഷൻസ് ഫോർവേഡ് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി മീറ്റിംഗ് വിളിച്ച് ചേർത്തുകൊണ്ട് പാസ്സാക്കിയിരിക്കണം. A company may present that to the tribunal a petition for winding up with a special resolution for this purpose and should be provided it is accompanied by a statement of affairs in the prescribed manner. കമ്പനിയാണ് ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്യുന്നതെങ്കിൽ ട്രൈബ്യൂണൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫ്ഐആറോട് കൂടെ ആയിരിക്കണം ആ ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്യേണ്ടത്. പക്ഷേ പെറ്റീഷൻ ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. കമ്പനിയുടെ മീറ്റിംഗ് വിളിച്ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിച്ചേർത്തുകൊണ്ട് അതിലൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം മാത്രമേ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ട്രൈബ്യൂണലിന് പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഇതാണ് സെക്ഷൻ 272 പറയുന്ന നമ്പർ 1 പോയിന്റ്. നമ്പർ 2 പറയുന്നത് പെറ്റീഷൻ ബൈ കോൺട്രിബ്യൂട്ടറീസ്. പെറ്റീഷൻ ബൈ നമ്പർ 2, പെറ്റീഷൻ ബൈ കോൺട്രിബ്യൂട്ടറീസ്. ആരാണ് ഈ കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺട്രിബ്യൂട്ടറീസ് ആർ ദ പേഴ്സൺ they are liable to pay the assets to the company for the winding up of the period. അതായത് കമ്പനിയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന പീരീഡിൽ എന്തെങ്കിലും ലാബിലിറ്റീസുകളൊക്കെ അറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി അസറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ആളുകളാണ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാം. സോ എ കോൺട്രിബ്യൂട്ടറി മീൻസ് എ പേഴ്സൺ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ് ഓഫ് ദി കമ്പനി ഡ്യൂറിങ് ദ വൈൻഡ് അപ്പ് പീരിയഡ്. അപ്പോൾ അവർക്കും എന്ത് ചെയ്യാവുന്നതാണ്, ഈ പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. തേർഡ് 1, പെറ്റീഷൻ ബൈ ദ ക്രെഡിറ്റേഴ്സ്. തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത് പെറ്റീഷൻ ബൈ ക്രെഡിറ്റേഴ്സ് ആണ്. കമ്പനിയുടെ ലാബിലിറ്റി ആയിട്ട് വരുന്നതാണ് ക്രെഡിറ്റേഴ്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് തിരിച്ചു കിട്ടാനുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കമ്പനിയെ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയറായിട്ട് ഒരു പെറ്റീഷൻ ട്രൈബ്യൂണലിൽ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. നമ്പർ 4, പെറ്റീഷൻ ബൈ ദ രജിസ്ട്രാർ. കമ്പനിയുടെ രജിസ്ട്രാർക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്തുകൊണ്ട് കമ്പനിയെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയർ എടുക്കാവുന്നതാണ്. ദാറ്റ് ഈസ് പെറ്റീഷൻ ബൈ രജിസ്ട്രാർ. ഫോർത്ത് 1, പെറ്റീഷൻ ബൈ രജിസ്ട്രാർ. രജിസ്ട്രാർ ഇതുപോലെ പെറ്റീഷൻ ഫോർവേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ പറയുന്നൊരു 4 പോയിന്റ് ഉണ്ട്. അതായത് കമ്പനിയുടെ രജിസ്ട്രാർക്ക് ഇങ്ങനെ ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ഒരു പ്രീവിയസ് ആയിട്ടുള്ള സാങ്ഷൻ ലഭിച്ചതിന് ശേഷം മാത്രമേ കമ്പനി രജിസ്ട്രാർക്ക് ട്രൈബ്യൂണലിന് വൈൻഡപ്പിന് വേണ്ടിയുള്ള
പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും സാങ്ഷൻ മേടിക്കേണ്ടത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്പർ 1 സിറ്റുവേഷൻ പറയുന്നത്, അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്, ഇഫ് ദ കമ്പനി ഹാസ് ആക്ടഡ് അഗെയിൻസ്റ്റ് സോവർജിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രവർത്തനം ഇന്ത്യയുടെ, നമ്മുടെ കൺട്രിയുടെ, ആ സ്റ്റേറ്റിൻ്റെ സോവർജിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെങ്കിൽ കമ്പനി രജിസ്ട്രാർക്ക് തന്നെ എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും സാങ്ഷൻ വാങ്ങിയതിന് ശേഷം കമ്പനിയെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാം. നമ്പർ 2 സിറ്റുവേഷൻ, ഇഫ് ദ കമ്പനി ഈസ് അനേബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്. കമ്പനിയുടെ കടബാധ്യതകൾ കൊടുത്തു തീർക്കാൻ കമ്പനി അനേബിളാണ്, ഇതിൻ്റെ ഇൻകപ്പാസിറ്റി ഉണ്ടാവുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ഈ പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാം. Third one, if the tribunal is of the opinion that it is just and equitable that the company be wound up. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നത്, കമ്പൾസറി വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് സിറ്റുവേഷൻസുകളുണ്ട്. ജസ്റ്റ് ആൻഡ് ഈക്വിറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, കമ്പനി പിരിച്ചുവിടുന്നതാണ് ആ ഒരു സിറ്റുവേഷനിൽ നല്ലത് എന്ന് തോന്നുന്ന ഒരുപാട് സർക്കംസ്റ്റൻസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസുകൾ അറൈസ് ചെയ്തു എന്നത് ട്രൈബ്യൂണലിന് തന്നെ ഒരു ഒപ്പീനിയൻ ഉണ്ടാകുന്ന പക്ഷവും എന്ത് ചെയ്യാം, കമ്പനി രജിസ്ട്രാർക്ക് അത് ചെയ്യാവുന്നതാണ്. നാലാമത്തെ പോയിന്റ് പറയുന്നത്, ഇഫ് ദർ ഈസ് എ ഡീഫോൾട്ട് ഇൻ ഫയലിംഗ് വിത്ത് ദ രജിസ്ട്രാർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ എനി 5 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയേഴ്സ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, ആനുവൽ റിട്ടേൺസുകൾ അത് ഫയൽ ചെയ്തതിൽ ഡീഫോൾട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനി വരികയാണെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രിസീഡിംഗ് ആയിട്ട് വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ ആനുവൽ റിപ്പോർട്ടുകളോ സബ്മിറ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രാറുടെ നേരിട്ടുള്ള ഒരു ഓർഡർ പ്രകാരം, പെറ്റീഷൻ പ്രകാരം വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 4 സിറ്റുവേഷൻസുകളാണ് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും കമ്പനിക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയർ, പെറ്റീഷൻസ് ഫോർവേഡ് ചെയ്യാവുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത്, ഇഫ് ദ കമ്പനി ഹാസ് ആക്ടഡ് അഗെയിൻസ്റ്റ് ദ സോവർജിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. നമ്പർ 2, ഇഫ് ദ കമ്പനി ഈസ് അനേബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്. Number 3, if the tribunal is of the opinion that the company is wind up, that is, it is just and equitable. Fourth point പറയുന്നത്, if there is a default in filing annual returns and financial statement for any 5 consecutive financial years. ഈ 4 സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കമ്പനി രജിസ്ട്രാർക്ക് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, അവരുടെ വൈൻഡപ്പിനുള്ള ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഫിഫ്ത്ത് വൺ പറയുന്നത് ജോയിന്റ് പെറ്റീഷനാണ്. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ജോയിന്റ് പെറ്റീഷൻ. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ കമ്പനി ആവാം, ഒന്നുകിൽ കോൺട്രിബ്യൂട്ടറീസ് ആവാം എന്നുള്ളതാണ്. പക്ഷെ ഫിഫ്ത്ത് റീസൺ പറയുന്നത് ജോയിന്റ് ആയിട്ട്, അതായത് കമ്പനിയും കോൺട്രിബ്യൂട്ടറീസും ക്രെഡിറ്റേഴ്സും ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടും എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിന് ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. That is the joint contribution. The next പറയുന്നത് petition by any person authorized by the central government. Sixth point, petition by authorized person. ഓതറൈസ്ഡ് പേഴ്സണെ ആരാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്, സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആളുടെ ഉത്തരവ് പ്രകാരവും ട്രൈബ്യൂണലിന് കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയർ എടുക്കാവുന്നതാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സൺ അപ്പോയിന്റ് ചെയ്ത് കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഫ്രോഡുകൾ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള എൻക്വയറീസുകളോ ഇൻസ്പെക്ഷൻസുകളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസുകളോ ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന്
ഒരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ പേഴ്സണിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ മുകളിൽ ആളെടുക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കും. അയാൾ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാം, അയാൾ ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്താം. അപ്പം അതിൻ്റെ മുകളിൽ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഇൻഫർമേഷൻ്റെ ബേസിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു റിപ്പോർട്ടിൻ്റെ ബേസിലും എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. പല റിപ്പോർട്ടുകൾ ആദ്യം ആർക്ക് നൽകണം, കമ്പനി രജിസ്ട്രാർക്ക് തന്നെയാണ് നൽകേണ്ടത്. കമ്പനി രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിന് ഈ പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഈ പേഴ്സൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓതറൈസ്ഡ് പേഴ്സൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിൽ ട്രൈബ്യൂണലിന് വൈൻഡപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയർ എടുക്കാനുള്ള സ്റ്റെപ്പ്. 7th വൺ പറയുന്നത് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. പെറ്റീഷൻ ആർക്ക് തന്നെ നൽകാം, സെൻട്രൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ നൽകിക്കൊണ്ടു ഒരു കമ്പനിയിലെ വൈൻഡപ്പിനുള്ള പെറ്റീഷൻ ട്രൈബ്യൂണലിന് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ് ആണ്. അതായത് അണ്ടർ സെക്ഷൻ 272 ദ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ് മേ ബി പ്രസൻറ്റഡ് ബൈ ദി following persons. Number 1, petition by the company, petition by the contributors, petition by the creditors, petition by the registrar through the joint petition, petition by authorized person who are appointed for the investigation or inspection by the central government or by the central government or the state government. ഈ പറയുന്ന വ്യക്തികൾക്ക് ഒരു പെറ്റീഷൻ ട്രൈബ്യൂണലിന് ഫോർവേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കമ്പനിയെ വൈൻഡപ്പ് ചെയ്യുന്നതിനുള്ള ട്രൈബ്യൂണലിന് ആ സ്റ്റെപ്പുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ കമ്പനി തന്നെയാണ് ഇങ്ങനെ ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരുമ്പോൾ പെറ്റീഷൻ ബൈ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ട്രൈബ്യൂണൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മാനറിൽ തന്നെ ആയിരിക്കണം അതിൻ്റെ പെറ്റീഷൻ ഫോർവേഡ് ചെയ്യേണ്ടത്. പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട് അലോങ് വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ്. അതായത് കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് എങ്ങനെയാണെന്നുള്ളതും അതൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമോട് കൂടെ തന്നെയാണ് കമ്പനിയുടെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കമ്പനി നൽകേണ്ടത്. രജിസ്ട്രാർക്ക് അത് നൽകിയതിനു ശേഷം രജിസ്ട്രാർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രൈബ്യൂണലിന് ഈ പറയുന്ന ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് പെറ്റീഷൻ എങ്ങനെയാണ് ഫോർവേഡ് ചെയ്യേണ്ടത് എന്നുള്ളതും ആരൊക്കെയാണ് പെറ്റീഷൻസ് ഫോർവേഡ് ചെയ്യാൻ പവറായിട്ടുള്ള ആളുകൾ എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി നോക്കാം, പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രൈബ്യൂണലിൻ്റെ കയ്യിൽ പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് ദ കമൻസ്മെൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. നമ്മളിനി വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയറാണ് നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് അവിടെ ഒരു ട്രൈബ്യൂണലിൽ ഈ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെറ്റീഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസീവ്ഡ് ഡേറ്റ് മുതൽ എന്തായിരിക്കും ട്രൈബ്യൂണൽ എടുക്കുന്ന സ്റ്റെപ്പുകൾ. ദാറ്റ് ഈസ് ദ പവേഴ്സ് ഓഫ് ദി ട്രൈബ്യൂണൽ. ഇതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സെക്ഷൻ 273 ആണ് പവേഴ്സ് ഓഫ് ദി ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. പവേഴ്സ് ഓഫ് ട്രൈബ്യൂണൽ സെക്ഷൻ 273. സെക്ഷൻ 273 ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഒരു പെറ്റീഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസീവ് ചെയ്ത ഡേറ്റ് മുതൽ എന്ത് ചെയ്തിരിക്കണം, ഇത് 90 ഡേയ്സിനകം അതിനുള്ള ഓർഡറുകൾ, സ്റ്റെപ്സുകൾ, വൈൻഡപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ എടുക്കാവുന്നതാണ്. ദാറ്റ് ഈസ് ആസ് പെർ സെക്ഷൻ 273 ദ ട്രൈബ്യൂണൽ മേ on the receipt of the petition for winding up in the following orders. താഴെ പറയുന്ന ഏതെങ്കിലും ഒരു മെത്തേഡായിരിക്കാം ട്രൈബ്യൂണൽ എടുക്കുന്ന സ്റ്റെപ്പുകൾ. നമ്പർ 1, ഡിസ്മിസ് ഇറ്റ്സ് വിത്ത് ഓർ വിത്തൗട്ട് ദ കോസ്റ്റ്. അതായത് ഈ കമ്പനിയുടെ പെറ്റീഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറുടെ പെറ്റീഷൻ, രജിസ്ട്രാറുടെ പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിസ്മിസ് ചെയ്യാം, അല്ലെങ്കിൽ അത് വിത്ത് കോസ്റ്റിലാകാം അല്ലെങ്കിൽ വിത്തൗട്ട് കോസ്റ്റിലായിരിക്കാം. നമ്പർ 2, ടു മേക്ക് ആൻ ഇൻ്ററിം ഓർഡർ ആസ് ഇറ്റ് തിങ്ക് ഫിറ്റ്. അതായത് പെറ്റീഷൻ ഫോർവേഡ് ചെയ്തു, പക്ഷെ ട്രൈബ്യൂണലിന് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഇപ്പം തന്നെ സ്റ്റെപ്പുകൾ എടുക്കേണ്ട, താൽക്കാലികമായിട്ട് അത് നിർത്തിവെക്കാമെന്ന് പറയുന്ന ഒരു സ്റ്റേ ഓർഡർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്ററിം ഓർഡർ ആർക്ക് എടുക്കാം,
നമ്മുടെ ട്രൈബ്യൂണലിന് എടുക്കാവുന്നതാണ്. നമ്പർ 2, ദേ മേ ടേക്ക് ഇൻ്ററിംഗ് ഓർഡർ ഇഫ് ദേ തിങ്ക് ഇറ്റ് ഫിറ്റ്. അവർക്കത് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന പക്ഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഈ പറയുന്ന ഇൻ്ററിംഗ് ഓർഡർ എടുക്കാനായിട്ട് പാടുള്ളൂ. നമ്പർ 3, അപ്പോയിൻറ്റ് ആൻഡ് പ്രൊവിഷണൽ ലിക്വിഡേറ്റർ ഓഫ് ദ കമ്പനി ടിൽ ദ മേക്കിംഗ് ഓഫ് ദി വൈൻഡിങ് അപ്പ് ഓർഡർ. ഒറിജിനൽ വൈൻഡ് അപ്പ് ഓർഡർ വരുന്നത് വരെ ഒരു പ്രൊവിഷണൽ ആയിട്ടുള്ള ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പും ആർക്കെടുക്കാം, ട്രൈബ്യൂണലിൽ എടുക്കാം. അപ്പം മൂന്നാമത്തെ പവർ പറയുന്നത് ദേ ഹാവ് ദ പവർ ടു അപ്പോയിൻറ്റ് എ പ്രൊവിഷണൽ ലിക്വിഡേറ്റർ ടിൽ ദ മേക്കിംഗ് ഓഫ് ദ കമ്പനി വൈൻഡ് അപ്പ്. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നത് വരെ ഒരു ലിക്വിഡേറ്ററിനെ, ഒഫീഷ്യലായി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ആ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് പ്രൊവിഷണലി ആയിട്ട് ഒരു ലിക്വിഡേറ്ററിനെ ട്രൈബ്യൂണലിൽ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ്. Fourth one, make an order for the winding up of the company with or without the cost. ഈ മുകളിൽ പറഞ്ഞ 3 മെത്തേഡും കൂടാതെ പിന്നീട് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ എടുക്കാം. അത് വിത്ത് കോസ്റ്റിലാകാം അല്ലെങ്കിൽ വിത്തൗട്ട് കോസ്റ്റിലാവാം. അപ്പോൾ ആരാണോ ഈ പെറ്റീഷൻ ഫോർവേഡ് ചെയ്തതെങ്കിൽ അവർ തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. ട്രൈബ്യൂണൽ ഡിമാൻഡ് ചെയ്യുന്ന പക്ഷം എന്ത് ചെയ്തിരിക്കണം, അവർ ആ ഒരു പെറ്റീഷൻ ഫോർവേഡ് ചെയ്യുമ്പോൾ ഈ വൈൻഡ് അപ്പ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറിന് ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കണം. അത് റൂളാണ്. അപ്പോൾ അത് വിത്ത് കോസ്റ്റിലാവാം വിത്തൗട്ട് കോസ്റ്റിലാവാം ഈ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു ഓർഡർ ട്രൈബ്യൂണലിന് എടുക്കാവുന്നതാണ്. ലാസ്റ്റ് വൺ, എനി അതർ ഓർഡർ ദേ മേ തിങ്ക് ഫിറ്റ്. ഇതൊന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീരുമാനമാണ് ട്രൈബ്യൂണലിൽ എടുക്കാനായിട്ട് സ്യൂട്ടബിളായിട്ട് തോന്നുന്നതെങ്കിൽ അതായിരിക്കും പിന്നീട് ട്രൈബ്യൂണൽ എടുക്കുന്നത്. 5 പവേഴ്സുകളുണ്ട് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ആ പവേഴ്സുകളാണ് നമ്മൾ സെക്ഷൻ 273 പറയുന്നത്. ആഫ്റ്റർ ഗെറ്റിംഗ് ദ പെറ്റീഷൻ ഫോർ ദ winding up of the company, the tribunal have the following powers. Number 1, dismiss it with or without the cost, or make an interim order if they made think fit. Number 3, appoint a provisional liquidator till the time of the liquidator or the company liquidator till the time of making an winding up order. Number 4, the wind up order. They may take an order for the winding up with or without the cost. Number 5, any other orders they may think fit. ഇതാണ് ട്രൈബ്യൂണലിൻ്റെ പവേഴ്സുകളായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ എപ്പോഴാണ് ട്രൈബ്യൂണൽ ഈ പവേഴ്സ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ആസ് ആൻ ഓർഡർ അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി മെയ്ഡ് വിതിൻ 90 days ഫ്രം ദ റിസീപ്റ്റ് ഓഫ് ദി പെറ്റീഷൻ. ഈ പെറ്റീഷൻ കിട്ടി 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, കമ്പനിയല്ല ട്രൈബ്യൂണൽ ഈ പറയുന്ന ഓർഡറുകൾ, ഏതെങ്കിലും ഒരു ഓർഡർ, ഇൻ്ററിം ഓർഡർ ആവാം, പ്രൊവിഷണൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓർഡർ ആവാം, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുന്ന ഓർഡർ ആവാം, ഏത് തന്നെ ആയിക്കഴിഞ്ഞാലും വിതിൻ 90 days ഫ്രം ദി ഡേറ്റ് ഓഫ് ദി പെറ്റീഷൻ ദ ട്രൈബ്യൂണൽ മേ ടേക്ക് ആൻ ആക്ഷൻ. അപ്പോൾ അതിൽ ആക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് ആ ട്രൈബ്യൂണൽ കമ്പനി തന്നെയാണ് ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളതെങ്കിൽ ഒരു പ്രൊവിഷണൽ ആയിട്ടുള്ള ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ട്രൈബ്യൂണലിൽ കമ്പനിക്കൊരു അവസരം നൽകാവുന്നതാണ്. The company, before appointing a provisional liquidator, the tribunal may direct an order for giving a notice to make the representation for the company. കമ്പനിയുടെ വൈൻഡപ്പിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകളാണ് എടുക്കുന്നത്. അപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം നൽകാനായിട്ട് ഒരു നോട്ടീസ് ആർക്ക് കൊടുക്കാവുന്നതാണ്, ഈ പറയുന്ന ട്രൈബ്യൂണലിന് നൽകാവുന്നതാണ്. അല്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻസുകൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ നൽകാനുള്ള ഒരു അവസരം ട്രൈബ്യൂണലിന് ഇതിനകം നൽകാവുന്നതാണ്. എങ്ങനെ ആയിക്കഴിഞ്ഞാലും 90 daysനകം ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഈ പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ 90 daysനകം ട്രൈബ്യൂണലിന് ഇത്തരത്തിലുള്ള ഒരു ഓർഡറുകൾ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇതാണ് നമുക്ക് പവേഴ്സ് ഓഫ് ദി ട്രൈബ്യൂണൽ സെക്ഷൻ 273 കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു
വൈൻഡിങ് അപ്പുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ഡയറക്ഷൻസ് ഫോർ ഫയലിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഫയലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഡോക്യുമെന്റേഷനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് പറയുന്നത് ഡയറക്ഷൻസ് ഫോർ ഫയലിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഡയറക്ഷൻസ് ഫോർ ഫയലിംഗ് അപ്പ് ഓഫ് ദി കമ്പനി സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ കമ്പനി അല്ലാത്ത അതർ പേഴ്സൺസുകളാണ് പെറ്റീഷൻസ് ഫോർവേഡ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കണം അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. സെക്ഷൻ 274 ആണ് അതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 274 പറയുന്ന ഇൻഫർമേഷൻസുകൾ അനുസരിച്ചുകൊണ്ട് കമ്പനി അല്ലാതെ മറ്റേതെങ്കിലും വ്യക്തികളാണ് ഈ പെറ്റീഷൻസ് ഫോർവേഡ് ചെയ്തെങ്കിൽ, കമ്പനി അല്ലാതെ കോൺട്രിബ്യൂട്ടറീസിന് നൽകാം, ക്രെഡിറ്റേഴ്സിന് നൽകാം, രജിസ്ട്രാർക്ക് നൽകാം, അങ്ങനെയുള്ള കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ വിതിൻ 30 ഡേയ്സിനകത്ത് തന്നെ എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിന് കമ്പനിക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. അതായത് കമ്പനിക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്ഷൻസുകൾ 30 ദിവസത്തിനകം അവർ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡറാണ് ട്രൈബ്യൂണലിന് നൽകാനുള്ളത്. അപ്പം 30 ദിവസം എന്ന് പറയുന്നത് ചില സ്പെഷ്യൽ ആയിട്ടുള്ള കോണ്ടിജൻസി സിറ്റുവേഷൻസുകളോ സ്പെഷ്യൽ സർക്കംസ്റ്റൻസുകളോ കമ്പനിക്ക് അറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ ഒബ്ജക്ഷൻസുകൾ അറിയിക്കാനുള്ളൊരു ടൈം പീരീഡാണ് പറയുന്നത് 30 ഡേയ്സ്. ആ 30 ഡേയ്സിനേക്കാൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ട്രൈബ്യൂണലിന് തന്നെ അത് റിവൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൈറ്റ് ട്രൈബ്യൂണലിന് നൽകാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ട്രൈബ്യൂണലിൽ മറ്റൊരു ഇൻഫർമേഷൻസ് കൂടെ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻസ് കൂടെ കൊടുക്കാം. ആരാണോ ഈ പെറ്റീഷൻ ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ആ പെറ്റീഷൻ ഫോർവേഡ് ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെ അതിൻ്റെ കോസ്റ്റ് സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യണം. സോ ദ ട്രൈബ്യൂണൽ മേ ഓൾസോ ഡയറക്ട് ദ ഇൻഫർമേഷൻ ടു ദ പെറ്റീഷണേഴ്സ് ടു ഡിപ്പോസിറ്റ് ദി എമൗണ്ട് ഷാൽ സബ്മിറ്റ് ടു ദി സെക്യൂരിറ്റി എമൗണ്ട് ആസ് ഇറ്റ്സ് കോസ്റ്റ്. പെറ്റീഷൻ നൽകിയിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ കോസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ കോസ്റ്റ് എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതും. ഇനി ആർക്കെതിരാണോ പെറ്റീഷൻ നൽകിയിട്ടുള്ളത് ആ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഓഡിറ്ററായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അല്ലെങ്കിൽ മാനേജേഴ്സ്, കമ്പനിയുടെ ഒഫീഷ്യൽസുകൾ എന്ത് ചെയ്തിരിക്കണം, സബ്മിറ്റ് ചെയ്തിരിക്കണം. ട്രൈബ്യൂണലിന് തന്നെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ സബ്മിറ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് എമൗണ്ട് നൽകാതിരിക്കുകയോ ചെയ്യാനായിട്ട് ഉള്ള റൈറ്റ് ഇല്ല. ട്രൈബ്യൂണൽ എന്താണോ ഓർഡർ ചെയ്തിട്ടുള്ളത് ആ ഓർഡർ പ്രകാരം കമ്പനി ആ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വിതിൻ സ്റ്റിപ്പുലേറ്റഡ് പീരീഡിനകത്ത് എന്ത് ചെയ്തിരിക്കണം, സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ 30 ദിവസത്തിനകം തന്നെയാണ് കമ്പനി ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നതിൽ ഏതെങ്കിലും കമ്പനി ഒഫീഷ്യൽസോ കമ്പനിയുടെ ഡയറക്ടേഴ്സോ ഏതെങ്കിലും ഡീഫോൾട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇംപ്രിസൺമെൻറ്റും ഫൈനും ഉണ്ടായിരിക്കുന്നതാണ്. 2 തരത്തിലുള്ള ലാബിലിറ്റി അവർക്ക് അറൈസ് ചെയ്യും. അവർക്ക് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു ക്രൈംസുകൾ വരാം, അതേസമയം ഫൈനും അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 6 months ആണ് അവർക്ക് കിട്ടുന്ന ഇംപ്രിസൺമെൻറ്റ്. അതേസമയം അവർക്ക് 25,000 rupees ഫൈനായിട്ടും നൽകേണ്ടതായിട്ട് വരും. ഒന്നുകിൽ 6 months ആണ് അവർക്ക് ഫൈൻ ഇംപ്രിസൺമെൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ 25,000 rupees ആണ് ഫൈനായിട്ട് നൽകേണ്ടത്. ഈ ഫൈൻ എമൗണ്ട് എന്തായി മാറാം, 5 lakhs rupees വരെ അത് എക്സീഡ് ചെയ്യാം. ആ എമൗണ്ട് ഡീഫോൾട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് ഈ 25,000 എന്ന് പറയുന്നത് 5 lakhs rupees വരെ എന്ത് ചെയ്യാവുന്നതാണ്, എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഫൈനോട് കൂടെ ഇംപ്രിസൺമെൻറ്റോട് കൂടെ തന്നെയാണ് ഈ ഫൈൻ എമൗണ്ടും നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഫയലിംഗ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി എഫ്ഐആർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നുള്ള പെറ്റീഷൻസുകൾ ഫോർവേഡ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ ട്രൈബ്യൂണൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മോഡലായിരിക്കണം ഈ പറയുന്ന ഫയലിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ ഫയൽ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫ്ഐആർസ് എന്തെല്ലാം
കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസുകളാണോ അതിൽ ഉൾപ്പെടുത്തേണ്ടത്, അതിനെല്ലാം ഒരു പ്രിസ്ക്രൈബ്ഡ് മോഡുണ്ട്. ആ മോഡിൽ തന്നെ ആയിരിക്കണം, മാനറിലായിരിക്കണം അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി അല്ലാതെ മറ്റേതെങ്കിലും പെറ്റീഷനേഴ്സാണ് ഇങ്ങനെ സബ്മിറ്റ് ചെയ്തതെങ്കിൽ കമ്പനിയോട് എന്ത് ചെയ്യാൻ, ട്രൈബ്യൂണലിന് ആദ്യമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. അങ്ങനെ ഒബ്ജക്ഷൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ കമ്പനി അത് എന്ത് ചെയ്തിരിക്കണം, ട്രൈബ്യൂണലിന് മുമ്പാകെ ബോധ്യപ്പെടുത്തിയിരിക്കണം. ഇനി 30 ദിവസം എന്നുള്ളതിൻ്റെ ഒരു റിവൈസ് ചെയ്തുകൊണ്ടുള്ള ഡേറ്റ്, ഒരു കുറച്ചും കൂടെ ഒരു റിലാക്സേഷൻ കമ്പനികൾക്ക് വേണ്ടി ട്രൈബ്യൂണലിന് നൽകാം. ഏതെങ്കിലും സിറ്റുവേഷൻസുകൾ, കോണ്ടിജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസുകളൊക്കെ അറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ സർക്കംസ്റ്റൻസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ കമ്പനികളെ എന്ത് ചെയ്യാവുന്നതാണ്, ആ സമയം നീട്ടിക്കൊടുക്കാവുന്നതാണ്. അതേസമയം കമ്പനി ഈ ട്രൈബ്യൂണൽ മേ ഡയറക്ട് ടു ദ പെറ്റീഷൻ ടു ഡെപ്പോസിറ്റ് ദി എമൗണ്ട് ആസ് ഇറ്റ്സ് കോസ്റ്റ് ആയിട്ട് വരുന്ന ഈ പറയുന്ന വൈൻഡപ്പിന് വരുന്ന കോസ്റ്റും അവർക്ക് ആവശ്യപ്പെടാം. ആ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് പെറ്റീഷനേഴ്സിനോട് ആവശ്യപ്പെടാം. കമ്പനി ഡയറക്ടേഴ്സിനോട്, കമ്പനി ഒഫീഷ്യൽസിനോട് അവരുടെ ഫിനാൻഷ്യൽ ഇയറിൽ വന്നിട്ടുള്ള ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. ഇങ്ങനെയുള്ള സബ്മിഷനിൽ ഡീഫോൾട്ട് ചെയ്യുന്ന കമ്പനി ഒഫീഷ്യൽസിനെതിരെ എന്ത് ചെയ്യാവുന്നതാണ്, അവർക്ക് ഫൈനോ അല്ലെങ്കിൽ ഇംപ്രസൺമെൻറ്റോ എന്ന് പറയുന്ന പനിഷ്മെൻറ്റ് അവർക്ക് കിട്ടുന്നതാണ്. ഫൈനായിട്ട് വരുന്നത് 25,000 റുപ്പീസാണ്. 6 months അവർക്ക് എന്തുണ്ടാവും, ഇംപ്രസൺമെൻറ്റ് ഉണ്ടാവും. അതേസമയം തന്നെ എന്തുകൂടെ സംഭവിക്കാം, ഈ പറയുന്ന എമൗണ്ട് അവർ ഡീഫോൾട്ട് ചെയ്യുന്നതിൽ സിവിയർ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ക്രൈംസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലും അവർക്ക് ആ ഒരു ഫൈൻ എമൗണ്ടിനെ 25,000 റുപ്പീസിൽ നിന്ന് 5 lakhs റുപ്പീസായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമുക്ക് ഇവിടെ സെക്ഷൻ 274 എന്ന് പറയുന്നതിൽ പഠിക്കാനുണ്ടായിരുന്ന ഡയറക്ഷൻസ് ഫോർ ഫയലിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു പോയിൻ്റാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ലിക്വിഡേറ്റർ. എങ്ങനെയാണ് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ലിക്വിഡേറ്റർ ആണ്. അപ്പോൾ സെക്ഷൻ 275 ആണ് ഈ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുള്ള ഒരു റൂൾസുകൾ പറയുന്നത്. ഫോർ ദി പർപ്പസ് ഓഫ് ദി വൈൻഡിങ് അപ്പ് ദ ട്രൈബ്യൂണൽ ഷാൽ അപ്പോയിൻറ്റ് an official liquidator from a constitutive panel of the liquidators that is appointed by the central government. അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു പാനൽ തന്നെയുണ്ട്. ആ പാനലിൽ നിന്നും ഒരു ലിക്വിഡേറ്ററിനെ ആർക്ക് അപ്പോയിൻറ്റ് ചെയ്യാം, ട്രൈബ്യൂണലിന് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ലിക്വിഡേറ്റർ ആയിരിക്കും പിന്നീട് കമ്പനിയുടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സുകളും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരായിരിക്കും ഈ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് ഒരു പാനൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ പാനലിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാം, അഡ്വക്കേറ്റ്സ് ആവാം, കമ്പനി സെക്രട്ടറിമാരാവാം, ദെൻ പിന്നെ കോസ്റ്റ് അക്കൗണ്ടൻസ് ആവാം, then having at least 10 years experience in the company of matters. കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ നല്ല നോളജബിൾ ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ദെൻ കമ്പനി സെക്രട്ടറീസുകൾ, ലീഗൽ അഡ്വൈസേഴ്സ്, അഡ്വക്കേറ്റ്സ്, ഇവരൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ലിക്വിഡേറ്റേഴ്സിൻ്റെ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാനൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. ആ പാനലിൽ നിന്നാണ് ട്രൈബ്യൂണൽ ഒരു ലിക്വിഡേറ്ററിനെ, ഒഫീഷ്യലായിട്ടൊരു ലിക്വിഡേറ്ററിനെ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള റൂൾ പറയുന്നതാണ് സെക്ഷൻ 275 ആണ് ആ അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്ററിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നൽകേണ്ട ഫീസ്, ദെൻ അവർക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ, ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആൾ ചെയ്യേണ്ട ഒരുപാട് ഡ്യൂട്ടീസുകളുണ്ട്, ഫങ്ഷൻസുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും റെമ്യൂണറേഷനും ആർക്ക് കൊടുക്കേണ്ട ഫീസും ഇതെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ആർ തന്നെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, ട്രൈബ്യൂണൽ തന്നെയായിരിക്കും. അപ്പോൾ ട്രൈബ്യൂണലാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതും ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ ഫിക്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന എമൗണ്ട് നൽകുന്നതും റെമ്യൂണറേഷൻ നൽകുന്നതും. ദാറ്റ് ഈസ് ഡീൽസ് ഇൻ സെക്ഷൻ 275.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ. എന്തൊക്കെയായിരിക്കും ഒരു ലിക്വിഡേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ. ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്ററിൽ ഫസ്റ്റ് വൺ, ഫയൽ എ ഡിക്ലറേഷൻ. ആദ്യമായിട്ട് ഇത് ചെയ്തിരിക്കണം, ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ഡ്യൂട്ടീസിൽ ആദ്യമായിട്ട് പറയുന്നത് ഫയൽ എ ഡിക്ലറേഷൻ. എന്തായിരിക്കും ആ ഡിക്ലറേഷനിൽ? ഒരു പ്രസ്താവനയാണ് അല്ലേ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഡിക്ലറേഷൻ നൽകിക്കൊണ്ടാണ് ആദ്യമായിട്ട് ലിക്വിഡേറ്റർ ആളുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺ ഹിസ് അപ്പോയിൻമെന്റ് ദ ലിക്വിഡേറ്റർ ഷാൽ ഫയൽ ആൻഡ് ഡിക്ലറേഷൻ with 7 days from the appointment by the tribunal, from the date of the appointment of the tribunal in the prescribed form, for disclosing the conflict of interest or lack of independence in respect of his appointment with the tribunal. ട്രൈബ്യൂണലിന് നൽകുന്ന ഈ ഡിക്ലറേഷനിൽ എന്തായിരിക്കാം അയാൾ ഡിക്ലെയർ ചെയ്തത്? ഇപ്പോൾ ഒരാളിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ജോലിയാണോ ചെയ്യാനുള്ളത്, അപ്പോൾ അത് സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ളതും അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും ആ ട്രൈബ്യൂണലിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട്, അല്ലെങ്കിൽ സത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷനാണ് ആര് നൽകേണ്ടത്? ലിക്വിഡേറ്റർ നൽകേണ്ടത്. ഇപ്പോൾ ലിക്വിഡേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഡേറ്റ് മുതൽ 7 ദിവസത്തിനകം ഈ പറയുന്ന ഡിക്ലറേഷൻ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ 7 ഡേയ്സിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്? ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിക്ലറേഷൻ ഫയൽ ചെയ്യുന്നത് ട്രൈബ്യൂണലിനായിരിക്കണം. നമ്പർ 2, അപ്ലിക്കേഷൻ ടു ദി ട്രൈബ്യൂണൽ. നമ്പർ 2 പോയിന്റ് പറയുന്നത് അപ്ലിക്കേഷൻ ടു ദി ട്രൈബ്യൂണൽ. എന്തായിരിക്കും ഈ അപ്ലിക്കേഷനിൽ പറയുന്നത്? അപ്ലിക്കേഷനിൽ പറയുന്നത്, അപ്പോൾ വൈൻഡപ്പിന് വേണ്ടിയുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ലിക്വിഡേറ്ററിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ വിതിൻ 3 വീക്സിനുള്ളിൽ ഒരു വൈൻഡപ്പ് ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ ലിക്വിഡേറ്റർക്ക് ഒരു അപ്ലിക്കേഷൻ പാസ്സാക്കാം. അതായത് ഒരു വൈൻഡപ്പ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഈ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ടും വൈൻഡപ്പ് പ്രൊസീജിയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു വൈൻഡിങ് അപ്പ് കമ്മിറ്റിയെ എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റാണ് ഈ അപ്ലിക്കേഷൻ ഫോമിൽ നൽകുന്നത്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ ഓർഡർ കിട്ടി വിതിൻ 3 വീക്സിനുള്ളിൽ ഈ ലിക്വിഡേറ്റർക്ക് ട്രൈബ്യൂണലിൽ ഈ ഒരു അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാം. ഇപ്പോൾ ഈ സ്റ്റാൻഡിംഗ് അല്ല, ഈ പറയുന്ന വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുടെ മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് വൈൻഡിങ് അപ്പ് കമ്മിറ്റി ടു അസിസ്റ്റ് ആൻഡ് മോണിറ്റർ ദി പ്രോഗ്രസ് ഓഫ് ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് ഇൻ ദ ക്യാരിയിങ് ഔട്ട് ദ ഫങ്ഷൻ. അതായത് ലീഗലായിട്ടുള്ള ഒരുപാട് പ്രൊസീഡിങ്സുകളാണ് ഏതിൽ വരുന്നത്? ഈ വൈൻഡപ്പ് പ്രൊസീജിയറിൽ വരുന്നത്. അപ്പോൾ ആ വൈൻഡപ്പ് പ്രൊസീജിയറിനെ ആ ഫങ്ഷനുമായി റിലേറ്റഡ് ആയിട്ട് കൊണ്ട് ഈ ലിക്വിഡേറ്ററിനെ അത് അസിസ്റ്റ് ചെയ്യുക, അത് ചെയ്യുന്ന കാര്യങ്ങളെ മോണിറ്റർ ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യാനാണ് ആര് വരുന്നത്? ഒരു വൈൻഡപ്പ് കമ്മിറ്റി വരുന്നത്. അപ്പോൾ ആ വൈൻഡപ്പ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപ്ലിക്കേഷൻ ആര് ഫോർവേഡ് ചെയ്യണം? ലിക്വിഡേറ്റർ ഫോർവേഡ് ചെയ്യണം. ദാറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ടു ദി ട്രൈബ്യൂണൽ. അതാണ് നമ്മളിവിടെ പറയുന്ന അപ്ലിക്കേഷൻ പറയുന്നത്. തേർഡ് വൺ, സബ്മിറ്റ് ദ റിപ്പോർട്ട് ഓഫ് വൈൻഡിങ് അപ്പ് കമ്മിറ്റി. സബ്മിറ്റ് ദ റിപ്പോർട്ട്. The report of winding up committee. വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടാണ് നൽകേണ്ടത്. ദ ലിക്വിഡേറ്റർ ഷാൽ പ്ലേസ് ബിഫോർ ദി ട്രൈബ്യൂണൽ എ പ്രിലിമിനറി റിപ്പോർട്ട്. കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മിറ്റി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തിരിക്കണം? മന്ത്ലി ഒരു മീറ്റിങ്ങിലും കൺവീൻ ചെയ്തിരിക്കണം. അപ്പോൾ ആ മന്ത്ലി കൺവീൻ ചെയ്യുന്ന മീറ്റിങ്ങിൽ ഈ വൈൻഡപ്പ് പ്രൊസീജിയറുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പോൾ ആ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ മിനിറ്റ്സ് ഇത് തയ്യാറാക്കിയിരിക്കും. അതിലുള്ള മെമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളവരുടെ സൈനോട് കൂടെയുള്ള ഒരു പ്രിലിമിനറി റിപ്പോർട്ടാണ് പിന്നീട് ട്രൈബ്യൂണലിന് നൽകേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ആക്ച്വലി ആർക്ക് നൽകുന്നത്? ട്രൈബ്യൂണലിന് നൽകുന്നത്. അതിൽ എന്തൊക്കെയായിരിക്കും പറയുന്നത്? ഈ വൈൻഡപ്പ് പ്രൊസീജിയറുമായി റിലേറ്റഡ് ആയിട്ട് മന്ത്ലി വന്നിട്ടുള്ള ഓരോ പ്രൊസീഡിങ്സുകൾ, മീറ്റിങ്ങിൽ വന്നിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ മിനിറ്റ്സ്, അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ സൈൻ, ഇതൊക്കെ നൽകിക്കൊണ്ടാണ് ഈ പ്രിലിമിനറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ the meeting till the final report for dissolution of the company is submitted to the tribunal. അതായത് ഫൈനലായിട്ടും ഒരു ഡിസൊല്യൂഷൻ വരുന്നത് വരെ ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആ മീറ്റിങ്ങിലാണ് ഒരു ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ആ സബ്മിറ്റ് ചെയ്തത് വരെ മന്ത്ലി ആയിട്ടുള്ള റിപ്പോർട്ട് ആർക്ക് നൽകിക്കൊണ്ടിരിക്കണം? ട്രൈബ്യൂണലിന് ഈ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, സബ്മിറ്റ് ദ റിപ്പോർട്ട് ഓഫ് ദി വൈൻഡിങ് അപ്പ് കമ്മിറ്റി. നെക്സ്റ്റ് പറയുന്നത് സബ്മിറ്റ് ദി പ്രിലിമിനറി റിപ്പോർട്ട്. അതായത് നമുക്ക് ഈ പ്രിലിമിനറി റിപ്പോർട്ടിൽ എന്തെല്ലാം ഇൻഫോർമേഷൻസുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? വൈൻഡപ്പ് കമ്മിറ്റി കൺവീൻ ചെയ്യുന്ന മീറ്റിങ്ങിൽ ലിക്വിഡേറ്ററാണ് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രൊസീഡിങ്സുകൾ എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? ട്രൈബ്യൂണലിന് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ടിനെയാണ് എന്ന് പറയുന്നത് പ്രിലിമിനറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രിലിമിനറി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് submit the preliminary report. നാലാമത്തെ പോയിന്റ്, submit the preliminary report. പ്രിലിമിനറി റിപ്പോർട്ടിൽ എന്തൊക്കെയായിരിക്കും ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സെക്ഷൻ 281 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 281 എന്ന് പറയുന്നത് ട്രൈബ്യൂണലിന് നൽകുന്ന ഈ പ്രിലിമിനറി റിപ്പോർട്ടിൽ താഴെ പറയുന്ന ചില ഐറ്റംസുകളാണ് ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ഏതൊക്കെ പോയിന്റുകളാണെന്ന് നമുക്ക് നോക്കാം. പ്രിലിമിനറി റിപ്പോർട്ടിലെ ഫസ്റ്റ് കണ്ടന്റ് വരേണ്ടത് ദ നേച്ചർ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദി അസറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റ്സുകൾ, അതായത് കമ്പനിയുടെ അസറ്റ്സുകൾ കളക്ട് ചെയ്യുകയും അത് ഡിസ്പോസ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും കമ്പനി എന്ന് ചെയ്യുന്നത്, അവരുടെ ലാബിലിറ്റി മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്ക് ഏതെല്ലാം അസറ്റുകൾ ഉണ്ട് എന്നുള്ളതും ഏതെല്ലാം അസറ്റുകളുടെ അതിൻ്റെ ഇപ്പോൾ നേച്ചർ ഏതാണെന്നുള്ളതും അതെന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ, അത് എവിടെയൊക്കെയാണ് അതിൻ്റെ ലൊക്കേഷൻ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസുകൾ പ്രിലിമിനറി റിപ്പോർട്ടിൽ നൽകിയിരിക്കണം. അപ്പോൾ അസറ്റുകളായിട്ട് വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ദെൻ നെഗോഷ്യബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നെഗോഷ്യബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷനും പ്രിലിമിനറി റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ദാറ്റ് ഈസ് ദ നമ്പർ 1 പോയിന്റ്. നമ്പർ 2 പറയുന്നത് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ്. എത്ര ക്യാപിറ്റലാണ് അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതും പെയ്ഡപ്പ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ ഈ പ്രിലിമിനറി റിപ്പോർട്ടിൽ നൽകിയിരിക്കണം. നെക്സ്റ്റ് വൺ, ദ എക്സിസ്റ്റിംഗ് ആൻഡ് കോണ്ടിജൻറ്റ് ലാബിലിറ്റീസ്. സോ കമ്പനിക്ക് എന്തുണ്ടായിരിക്കും, ലാബിലിറ്റീസുകൾ ഉണ്ടായിരിക്കും. ആ ലാബിലിറ്റീസുകൾ എത്രയ്ക്കാണ്, അത് ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്, എത്ര എമൗണ്ട് വരെ കൊടുക്കാനും. അപ്പോൾ ആർക്കായിരിക്കും ലാബിലിറ്റീസുകൾ കൊടുക്കാണ്ടായിരിക്കുക? ക്രെഡിറ്റേഴ്സിനാണ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ആരൊക്കെയാണ്, അവരുടെ നെയിം, അഡ്രസ് ആൻഡ് ഒക്യുപ്പേഷൻ, അത് ഈ പറയുന്ന പ്രിലിമിനറി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ദെൻ അവർക്ക് ഇപ്പോൾ ഈ സെക്യൂരിറ്റി ആയിട്ട് ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ എമൗണ്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകളും ആർക്ക് നൽകേണ്ടതാണ്, പ്രിലിമിനറി റിപ്പോർട്ടിൽ നൽകേണ്ടതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് 4th പോയിന്റ്, ദ ഡെപ്റ്റ് ഡ്യൂ ടു ദി കമ്പനി. ഇപ്പോൾ കമ്പനി കൊടുക്കാനുള്ള എമൗണ്ടിന് പുറമെ കമ്പനിയിലേക്ക് ആരെങ്കിലും എമൗണ്ടുകൾ ലായബിളായിട്ടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ഡ്യൂ ടു ദി കമ്പനി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവരുടെ നെയിം, അഡ്രസ്സ്, ഒക്യുപ്പേഷൻ, എന്നായിരുന്നു കമ്പനിയിലേക്ക് അവർ നൽകാനുണ്ടായിരുന്ന എമൗണ്ടിൻ്റെ ഡ്യൂ ഡേറ്റ്, എത്ര എമൗണ്ട് വരെ അവർ എമൗണ്ട് തിരിച്ചു നൽകും, ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രിലിമിനറി റിപ്പോർട്ടിൽ നൽകേണ്ടതാണ്. Another one, the guarantees if any extended by the company. കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാരണ്ടീസുകളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയണം. നെക്സ്റ്റ് പറയുന്നത് 6th one പറയുന്നത് ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ്. അതായത് കമ്പനിയുടെ ലാബിലിറ്റി നൽകുന്നതിന് വേണ്ടി അസറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറയുന്ന ആളുകളാണ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ കോൺട്രിബ്യൂട്ടറീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രിലിമിനറി റിപ്പോർട്ടിൽ സ്പെഷ്യലി എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് 7th point, ഡീറ്റെയിൽസ് ഓഫ് ട്രേഡ് മാർക്ക്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇഫ് എനി ഓൺഡ് ബൈ ദ കമ്പനി. കമ്പനിയുടെ അസറ്റുകളായിട്ട് വരുന്നതിനാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ദെൻ ട്രേഡ് മാർക്ക്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഈ പ്രിലിമിനറി റിപ്പോർട്ടിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഡീറ്റെയിൽസ് ഓഫ് സബ്സിസ്റ്റിംഗ് കോൺട്രാക്ട്സ്, ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻഡ് കൊളാബറേഷൻസ് ഇഫ് എനി. കമ്പനി മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഓപ്പറേഷൻസുമായിട്ട് കൊളാബറേഷൻസുകളുണ്ടെങ്കിൽ, ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് സബ്സിസ്റ്റിംഗ് കോൺട്രാക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഈ പ്രിലിമിനറി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് 9th പോയിന്റ്, ഡീറ്റെയിൽസ് ഓഫ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി. ഈ വൈൻഡപ്പ് ചെയ്യുന്ന കമ്പനിക്ക് ഏതെങ്കിലും ഹോൾഡിംഗ് കമ്പനിയോ മറ്റേതെങ്കിലും കമ്പനി അതിനെ ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ കീഴിൽ സബ്സിഡിയറി കമ്പനീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എവിടെ പറഞ്ഞിരിക്കണം, കമ്പനിയുടെ ട്രൈബ്യൂണലിൽ നൽകുന്ന പ്രിലിമിനറി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് 10th പോയിന്റ് പറയുന്നത്, ഡീറ്റെയിൽസ് ഓഫ് ദ ലീഗൽ കേസസ് ഫയൽഡ് ബൈ ഓർ എഗെയിൻസ്റ്റ് ദ കമ്പനി. ഇപ്പോൾ കമ്പനി ഔട്ട്സൈഡേഴ്സിനെതിരായിട്ടോ അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് കമ്പനിക്കെതിരായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ, പെറ്റീഷൻസുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പ്രിലിമിനറി റിപ്പോർട്ടിലാണ് നൽകേണ്ടത്. ദാറ്റ് ഈസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ലീഗൽ കേസസ് against the company or against the other party. ഇങ്ങനെയുള്ള ഇൻഫർമേഷനും പ്രിലിമിനറി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കണം. ലാസ്റ്റ് പോയിന്റ് 11th point, any other information which the tribunal may direct or the company liquidator may consider necessary to include. മുകളിൽ പറയുന്ന കാര്യങ്ങളല്ലാതെ ഇപ്പോൾ നമ്മൾ കുറേ പോയിന്റുകൾ പറഞ്ഞു, അസറ്റുകളെ കുറിച്ച്, ലാബിലിറ്റീസുകളെ കുറിച്ച്, കമ്പനിയുടെ കോൺട്രാക്റ്റുകൾ, കമ്പനി അസിസ്റ്റ് ചെയ്യുന്ന സബ്സിഡിയറി കമ്പനിയുണ്ടോ, ഹോൾഡിംഗ് കമ്പനിയുണ്ടോ, ഇതൊന്നും കൂടാതെ ട്രൈബ്യൂണൽ തന്നെ കമ്പനിയെക്കുറിച്ച് ആവശ്യപ്പെടാവുന്ന ചില ഇൻഫർമേഷൻസുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും എന്തിൽ ഉൾപ്പെടുത്താം, പ്രിലിമിനറി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രിലിമിനറി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മളതിനെ ചിന്തിക്കേണ്ടത്. പ്രിലിമിനറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ട്രൈബ്യൂണലിന് തന്നെയാണ്. അപ്പോൾ ട്രൈബ്യൂണലിന് അങ്ങനെയുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻസുകളും ആർക്ക് നൽകാവുന്നതാണ്, ഈ ലിക്വിഡേറ്റർക്ക് നൽകാവുന്നതാണ്. ഈ റിപ്പോർട്ടിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിലിമിനറി റിപ്പോർട്ടിൽ ഫ്രോഡായിട്ടുള്ള ആക്ടുകൾ ഉണ്ട് എന്നുള്ളത് കമ്പനിക്ക് ഒഫീഷ്യൽ തോന്നുന്ന പക്ഷം അങ്ങനെയുള്ള ഇൻഫർമേഷൻസുകളും പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്യൂട്ടീസ് ഓഫ് ദ ലിക്വിഡേറ്റർ എന്ന് പറയുന്ന പോയിന്റുകളിൽ 4 പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് പോയിന്റ്, ഫയൽ ആൻഡ് ഡിക്ലറേഷൻ. സെക്കൻഡ് പോയിന്റ്, അപ്ലിക്കേഷൻ ടു ദി ട്രൈബ്യൂണൽ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, സബ്മിറ്റ് ദ റിപ്പോർട്ട് ടു ദി winding of the report of the winding up committee to tribunal. Next point പറയുന്നത് submission of the preliminary report. അപ്പോൾ പ്രിലിമിനറി റിപ്പോർട്ടിൽ വരുന്ന കുറേ പോയിന്റുകളായിരുന്നു നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അസറ്റ്സിനെ കുറിച്ചും ലാബിലിറ്റീസിനെ കുറിച്ചും കമ്പനിയുടെ കോൺട്രിബ്യൂട്ടറീസിനെ കുറിച്ചും കമ്പനിയിലേക്ക് ആരെങ്കിലും ഡ്യൂ ആയിട്ട് വരുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഈ പ്രിലിമിനറി റിപ്പോർട്ടിൽ ലിക്വിഡേറ്റർ ട്രൈബ്യൂണലിൽ നൽകേണ്ടത്. നമുക്ക് ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു 2 പോയിന്റും കൂടെ ഉണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും പറഞ്ഞിട്ടുള്ളത് ട്രൈബ്യൂണലിന് നൽകേണ്ട പെറ്റീഷൻ ടു ദി ട്രൈബ്യൂണൽ, പവേഴ്സ് ഓഫ് ദി ട്രൈബ്യൂണൽ, ഡ്യൂട്ടീസ് ഓഫ് ദി ട്രൈബ്യൂണൽ ആണ്. അടുത്ത ക്ലാസ്സിൽ ഡ്യൂട്ടീസിൽ വരുന്ന 2 പോയിന്റുകൾ കൂടെ ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. വൈൻഡപ്പ് കമ്മിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ചും അവരുടെ പവേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.